അങ്ങനെ യുദ്ധകാഹളങ്ങൾ മുഴങ്ങുന്നു. പണ്ട് ഡ്രാക്കുള പയറ്റിയ യുദ്ധതന്ത്രം തന്നെ ഇവിടെ ഡ്രാക്കുളയ്ക്കെതിരെ ഓട്ടോമൻ സാമ്രാജ്യക്കാരും പയറ്റുന്നു. ഡ്രാക്കുളയുടെ സൈന്യത്തിന്റെ അതേ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ സൈന്യത്തെ ഡ്രാക്കുളയുടെ സൈന്യത്തിലേക്ക് കയറ്റിവിടുകയും അവരെ കൊലപ്പെടുത്തുകയും അങ്ങനെ പിന്നിൽ നിന്ന് ഡ്രാക്കുളയെ വധിച്ചുകൊണ്ട് ഡ്രാക്കുളയുടെ തല വെട്ടിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് കൊട്ടാരത്തിന്റെ മുൻപിൽ പോകുകയും ക്രൂരനായ ഭരണാധികാരിയുടെ ഭരണങ്ങൾ ഇല്ലാതായെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടന്നതിനാൽ യൂറോപ്പിൽ പ്രചരിച്ചിരുന്ന കഥയുടെ ഭാഗമാണ് നാടോടി കഥകളും മറ്റു കഥകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യാഥാർത്ഥ്യവും മാജിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബ്രോം സ്റ്റോക്കിന്റെ ഡ്രാക്കുള എന്ന കഥ പുറത്തിറങ്ങിയത്. അതിലൂടെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഡ്രാക്കുള എന്ന വ്യക്തി തന്റെ രാജ്യത്തിന് വേണ്ടി എത്രത്തോളം പോരാടി എന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു വശത്ത് യുദ്ധതന്ത്രനായ ഡ്രാക്കുളയാണെങ്കിൽ മറുവശത്ത് തങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹസമ്പന്നനായ ഡ്രാക്കുളയാണ് ജീവിച്ചത്.